CBI അന്വേഷിച്ച് എത്തുമ്പോഴാണ് റഷ്യയിലേക്ക് ജോലി തേടിപ്പോയ മക്കൾ മനുഷ്യക്കടത്തിനിരയായി യുദ്ധമുഖത്താണെന്ന് ഈ കുടുംബങ്ങൾ തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങിലെ ഈ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നിലവിളികളാണ് ഉയരുന്നത്. അടുത്തടുത്ത വീട്ടിലെ 3 യുവാക്കൾ റഷ്യയിൽ യുക്രൈൻ യുദ്ധമുഖത്താണ്, കൂലിപ്പട്ടാളത്തിലാണ്. ഞങ്ങളെ മക്കളെ കൊണ്ട് തന്നേ പറ്റൂ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കില്ല. ഞങ്ങളെ വെള്ളം തന്നെ കുടിക്കുന്നില്ല. മരണമുഖത്ത് കഴിയുന്ന മക്കളെ ഓർത്തുള്ള ആശങ്കയിലാണ് ഈ അമ്മമ്മ. ഞങ്ങൾക്ക് ആരില്ല, അവന്റെ ഒരു പിടിയേ ഉള്ളു. ഞങ്ങളെ മക്കളെല്ലാത്തിനും ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അവന്റെ അർത്ഥമില്ല, ഒരു കാര്യം നടക്കൂല. കടം കാരണമാണ് പിടിച്ചു പോയത് സാറേ. പ്രിൻസ് സെബാസ്റ്റ്യൻ, വിനീത് സെൽവ, ടിനു പണിയടിമ. ജനുവരിയിലാണ് ഏജന്റ് മുഖേന ഈ 3 യുവാക്കളും സെക്യൂരിറ്റി ജോലിക്കായി റഷ്യയിലേക്ക് പോയത്. എത്തിപ്പെട്ടത് കൂലിപ്പട്ടാളത്തിൽ, നിയോഗിച്ചത് യുക്രൈൻ യുദ്ധമുഖത്ത്. പ്രിൻസിന് തലയ്ക്ക് വെടിയേറ്റു, മൈൻ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റു. മോസ്കോയിൽ ചികിത്സയിലാണ്. മറ്റു 2 പേരും യുദ്ധം നടക്കുന്ന അതിർത്തിയിലാണ് ഇപ്പോഴും. പ്രിൻസ് എന്ന് പറഞ്ഞ മോൻ്റെ 24 വയസ്സ്, വിനീതിൻ്റെ 23 വയസ്സ്, ടിനു മോൻ്റെ 25 വയസ്സ്. അങ്ങനെ പോയി അവിടെ എത്തി. ഇപ്പം കൂടുതലും കണ്ടീഷൻ മോശമാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മക്കളെ മുന്നിൽ അവർ നിൽക്കുന്ന യുദ്ധത്തിൻ്റെ നടുക്കാണ്. പിന്നെ ആഹാരമൊന്നുമില്ല. ഒരു നേരത്തെ ആഹാരം എല്ലാവരും കൊടുത്തോളൂ കഴിക്കും. അവിടെ 2 ബ്രെഡും കാപ്പിയും. 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമെന്ന് മോഹിപ്പിച്ച് തുമ്പ സ്വദേശിയാണ് ഇവരെ റഷ്യയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ഈ പ്രിയൻ എന്ന് പറഞ്ഞ വ്യക്തി തുമ്പ സ്വദേശിയാണ്. ഇതിൻ്റെ മെയിൻ ആള് അലസ് സന്തോഷാണ്. അവരാണ് ഇത്രയും കുരുക്കിച്ചത്. 1 വർഷത്തെ കരാർ ചെയ്താണ് മക്കളെ കൊണ്ടുപോയത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ 3 മലയാളി അടക്കം 19 പേർക്കെതിരെ CBI കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ്. എന്നാൽ റഷ്യയിലകപ്പെട്ട ഈ മലയാളികളടക്കമുള്ളവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്ന ഈ യുവാക്കളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. നല്ലൈ മുരുകനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.